الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ പടച്ച തമ്പുരാനെ നമ്മുടെ ജീവിതത്തിലുടനീളം അവൻ പറഞ്ഞ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഞ്ചസ്തംഭങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. അഥവാ ഇസ്ലാമിന്റെ നെടും തൂണുകൾ 5 എണ്ണമാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകളും പോറലുകളും ഏറ്റിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഇസ്ലാമിക ജീവിതം തന്നെ ഇല്ലാതെയായി പോവുകയും അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുകയും ചെയ്യും. അതിലൊന്നാമത്തത് നമുക്കറിയാം, ഏകനായ സൃഷ്ടാവിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും കറകളഞ്ഞ തൗഹീദോട് കൂടി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമസ്കാരം എന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും എല്ലാം മുസ്ലിം സമൂഹം വളരെ ആഴത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. കാരണം അത്രമാത്രം പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഈ വിഷയത്തിൽ വളരെ വലിയ അലസതയും അലംഭാവവും നമ്മളിൽ ഓരോരുത്തരിലും, നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ മക്കളിലുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ പോലും ഈ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു കൃത്യതയും കണിശതയും ഇല്ലാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നതും നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ നമസ്കാരത്തിന്റെ ചൈതന്യം പൂർണ്ണമായും ഉൾക്കൊള്ളാതിരിക്കുകയും അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ ഗുണഫലങ്ങൾ ജീവിതത്തിൽ പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട്
ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്നതിനാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറയുന്നത് അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്വല ഫഇൻ സ്വലഹത് സ്വലഹ സായിറു അമലിഹി വഇൻ ഫസദത് ഫസദ സായിറു അമലിഹി എന്ന അല്ലാഹുവിന്റെ അടുക്കൽ വിചാരണക്ക് വിധേയരാക്കുന്ന സമയത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ആ നമസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലിൽ അവന് വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ മറ്റ് കാര്യങ്ങളിലെല്ലാം അവൻ വിജയിയായിത്തീരും. എന്നാൽ ആ നമസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലിൽ അവൻ പരാജയപ്പെട്ടാലോ ബാക്കിയുള്ള കാര്യങ്ങളിൽ മുഴുവനും അവൻ പിന്നീട് നഷ്ടകാരനായി തീരുകയാണ് ചെയ്യുക. അവനോട് പിന്നീട് മറ്റ് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ പോലുമില്ല എന്നാണ്. മറ്റൊരു തിരുവചനത്തിൽ പ്രവാചകൻ പറയുന്നത് ഇന്ന അവ്വല മഫ്തറല്ലാഹു അലന്നാസി മിൻ ദീനിഹിം അസ്വല. ഒരു മനുഷ്യന്റെ ദീനിലെ മതപരമായ വിഷയങ്ങളിൽ അവനോട് ആദ്യമായി വിശ്വാസം ഉൾക്കൊണ്ടാൽ പിന്നീട് കൽപ്പിക്കപ്പെടുന്നത് അസ്വല നമസ്കാരമാണ്. വിശ്വാസം ഉൾക്കൊണ്ട ഒരു മനുഷ്യനോട് പിന്നീട് അവനോട് കൽപ്പിക്കപ്പെടുന്നത് നമസ്കാരമാണ്. അവസാനം വരെ അവനിൽ നിലനിൽക്കുന്നത് നമസ്കാരമാണ്. അതിന് അവന്റെ ബോധം നഷ്ടപ്പെടുന്നത് വരെ ആ നിർബന്ധിതാവസ്ഥ അവനിൽ വന്നാൽ പിന്നീട് അതിൽ ഏതെങ്കിലും നിലക്കുള്ള അതിന് ലഘൂകരണമോ ഇളവുകളോ പല വിധത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അവരിൽ നിന്ന് ഒഴിവാകുന്നില്ല. നോമ്പ് ഒരു മനുഷ്യന് നോൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. അവൻ മറ്റു സമയത്ത് നോൽക്കാം. ഇനി നോൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫിദിയ നൽകാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. പക്ഷേ ആരോഗ്യത്തിന് അയാൾക്ക് ക്ഷീണമുണ്ട്, പോകാൻ കഴിയില്ല. യാത്രാ മാർഗത്തിന് തടസ്സമുണ്ട്, എന്നാൽ അയാൾക്ക് ഹജ്ജ് ചെയ്യാതിരിക്കാം. എന്നാൽ നമസ്കാരം ബോധമുള്ള കാലത്തോളം അവൻ നിർവഹിക്കുക തന്നെ വേണം. അവൻ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ. ഒരുപക്ഷെ അവൻ എഴുന്നേറ്റ് നടക്കുന്നവനും ഇരിക്കുന്നവനുമാകാം. അപ്പൊ ഖിയാം അവന് നിർബന്ധമാണ്. എന്നാൽ ഖിയാം നിർബന്ധമില്ലാത്ത അവസ്ഥയിൽ രോഗിയായി കിടക്കുമ്പോ അവന് ബോധമുണ്ട് എങ്കിൽ അവൻ നമസ്കരിക്കണം. അവൻ ഏതെങ്കിലും നിലക്ക് വൃത്തിയാക്കാൻ തഹൂറാകാൻ അവന് കഴിയാത്ത അവസ്ഥയാണ് എങ്കിൽ അങ്ങനെ അവൻ അത് അനുഷ്ഠിക്കണം. ഏത് വിധത്തിലായിരുന്നാലും ആ നമസ്കാരം അവൻ അനുഷ്ഠിച്ചേ മതിയാകൂ, ബോധം അവനിൽ നഷ്ടപ്പെടുന്നത് വരെ എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ പ്രവാചകൻ പറയുന്നു റഅസുൽ അംരി അൽ ഇസ്ലാം വഅഊദുഹു അസ്സലാ. കാര്യങ്ങളിൽ ഏറ്റവും അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന റഅസുൽ അംർ, കാര്യങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്നത്, മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവനും അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. വഅഊദുഹു അസ്സലാ, അതിന്റെ നെടും തൂൺ എന്ന് പറയുന്നത് നമസ്കാരവുമാണ്. അപ്പൊ മുസ്ലിമായി ജീവിക്കുന്ന, മുസ്ലിം പേരോടുകൂടി ജീവിക്കുന്ന, ഒരു മുസ്ലിമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളിൽ അയാളിൽ നമസ്കാരമില്ല എങ്കിൽ അയാൾ പിന്നെ ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്ന് പുറത്തു പോവുകയാണ്. അവന്റെ റിലീജിയൻ, അവന്റെ മതം ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ടാകും, അവന്റെ കാസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും, മുസ്ലിം എന്ന് കൊടുത്തിട്ടുണ്ടാകും, അതൊക്കെ ശരിയാണ്. പക്ഷേ നമസ്കരിക്കാത്തവനാണെങ്കിൽ നാം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യാഭർത്താക്കന്മാർ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, മുസ്ലിം സമൂഹത്തിൽ അറിയപ്പെടുന്ന ജീവിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ നമസ്കരിക്കുന്നില്ലേ, അവൻ മുസ്ലിം അല്ല. നമസ്കരിച്ചിട്ടില്ലെങ്കിൽ, നമസ്കരിക്കുന്നവനല്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. ഫഖദ് കഫറ, അവൻ കാഫറാണ്. വേറൊരു കാര്യത്തെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. നോമ്പ് നോൽക്കാത്ത ആളെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞിട്ടില്ല. ഹജ്ജ് ചെയ്യാത്ത ആളെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞിട്ടില്ല. സകാത്ത് കൊടുക്കാത്ത ആളെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞിട്ടില്ല. നിസ്കരിക്കാത്ത ആളെ കുറിച്ച് കട്ടായമായി അള്ളാഹു പറഞ്ഞു അവൻ കാഫറാണ്, അവൻ മുസ്ലിമല്ല. നമസ്കാരത്തിൽ കൃത്യത പുലർത്താത്തവൻ, നമസ്കാരത്തിൽ കണിച്ചത പുലർത്താത്തവൻ, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാത്തവൻ, അവന്റെ പേരെന്താവട്ടെ,
അവൻ ഏത് കുടുംബത്തിൽ ജീവിക്കുന്നവനാകട്ടെ, അവൻ പ്രായപൂർത്തിയാകുന്നതിന് ശേഷം അവൻ മരിക്കുന്നത് വരെ നമസ്കരിക്കുന്നവനല്ല എങ്കിൽ അവൻ മുസ്ലിമല്ല, അവൻ കാഫറാണ്. ആ ഗണത്തിൽ നമ്മൾ ആരും പെടാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വയം അനുഷ്ഠിക്കേണ്ടതും നമ്മുടെ കുടുംബത്തെ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാണ്. പ്രവാചകൻ പറയുന്നു, ലാ ദീന ലിമൻ ലാ സ്വലാത്ത ലഹു. നമസ്കാരമില്ലാത്തവന്റെ ദീനില്ല, മതമില്ല. ഇന്നമാ മൗദിഉ സ്വലാത്തി മിനദ്ദീൻ. മതത്തിൽ നമസ്കാരത്തിന്റെ സ്ഥാനം കമൗദിഇ റഅസി മിനൽ ജസദി. ദീനിൽ നിസ്കാരത്തിന്റെ സ്ഥാനം അവന്റെ ശരീരത്തിൽ ശിരസ് നിലനിൽക്കുന്നത് പോലെയാണ്, അവന്റെ ശരീരത്തിൽ തല നിലനിൽക്കുന്നത് പോലെയാണ് അവന്റെ മതത്തിൽ അവന്റെ നമസ്കാരം എന്ന് പറയുന്നത്. തലല്ലെങ്കിൽ കഴുത്തറുത്ത് തല കെട്ട് ഒഴിവായാൽ പിന്നെ അവരില്ലല്ലോ, അവന്റെ തല പോയാൽ പിന്നെ അവരില്ല. അതുപോലെയാണ് നമസ്കാരമില്ലെങ്കിൽ അവന്റെ ദീനില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാന അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅ്മാലി തർക്കുഹു കുഫ്റുൻ ഗൈറ സ്വലാ. നമസ്കാരമല്ലാത്ത മറ്റൊരു കാര്യവും ജീവിതത്തിൽ നിന്ന് അല്പസ്വല്പമൊക്കെ അവഗണന നേരിട്ടാലും അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് സ്വഹാബത്ത് ഒരിക്കലും കുഫ്ർ എന്ന രൂപത്തിൽ അവർ കണ്ടിരുന്നില്ല, കാഫർ എന്ന രൂപത്തിൽ കണ്ടിരുന്നില്ല. എന്നാൽ നമസ്കരിക്കാത്ത ആളെ കുറിച്ച് അത് അവൻ കാഫറാണ്, ആ രൂപത്തിൽ തന്നെയാണ് സ്വഹാബത്തും കണ്ടിരുന്നത് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്ന ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നമുക്ക് കാണാം, ഒരു വനത്തിലൂടെ ഒരാൾ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഹിംസ്ര ജന്തു അയാളെ ഓടിക്കുകയാണ്. സിംഹമോ പുലിയോ അയാളെ പിടിച്ചു തിന്നാൻ വേണ്ടി ഓടിക്കുകയാണ്. പക്ഷേ ആ ഓടുന്നതിനിടയിൽ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പോവുകയാണെങ്കിൽ അപ്പോഴാണെങ്കിലോ നിസ്കരിക്കണം. കർമ്മശാസ്ത്രജ്ഞൻ ചർച്ച ചെയ്യുന്നതാണ്. ഇത് ആ അവസ്ഥയിലാണെങ്കിൽ പോലും അവൻ നമസ്കരിക്കണം. അപ്പോഴത്തെ നമസ്കാരം എന്താ? ഓട്ടത്തിനിടയിലായിരിക്കും അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. റുകൂഉം സുജൂദും ഒക്കെ ആ ഓട്ടത്തിനിടയിലായിരിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ചെലവഴിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ് യുദ്ധ സമയത്തുള്ള നമസ്കാരം, എങ്ങനെ നമസ്കരിക്കണം എന്ന്. യുദ്ധം അത് ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോ വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു രംഗമാണ്. എന്നാൽ പോലും നമസ്കാരം ആ സമയത്ത് നിന്ന് മാറ്റാൻ പാടില്ല. ആ സമയത്തു തന്നെ അത് നിർവഹിച്ചിരിക്കണം. അതിന്റെ രൂപമൊക്കെ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗൗരവം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്. ഇനി നമ്മൾ നരകത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ നരകത്തിൽ പ്രവേശിക്കാനുള്ള പ്രഥമ കാരണമായിക്കൊണ്ട് പഠിപ്പിക്കുന്ന എന്താ? സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾ നരകാവകാശികളായ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഫീ ജന്നാത്തിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ആ നരകത്തിലുള്ള ആളുകളോട് സ്വർഗാവകാശികളായ ആളുകൾ ചോദിക്കുകയാണ്, മാ സലകകും ഫീ സഖർ, നിങ്ങൾ ഈ നരകത്തിൽ പ്രവേശിക്കാൻ എന്താ കാരണം? എന്തുകൊണ്ടാണ് ഈ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പോ അവർ പ്രധാനമായും പറയുന്ന കാരണം, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരക്കാരായിരുന്നില്ല എന്നാണ് അവർ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് ആ ഗൗരവത്തോടു കൂടി തന്നെ അത് കാണേണ്ടതാണ്. പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅ്മാലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം ഏതാ? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത് അസ്വലാ, നമസ്കാരമാണ്. സുമ്മ അയ്യു, പിന്നെ ഏതാണ് പ്രവാചകരെ? വീണ്ടും പ്രവാചകൻ പറഞ്ഞു അസ്വലാ, നമസ്കാരമാണ്. സുമ്മ അയ്യു, പിന്നെ ഏതാണ് പ്രവാചകരെ? അപ്പോഴും പ്രവാചകൻ പറഞ്ഞു അസ്വലാ, നമസ്കാരമാണ്. സലാസ മർറാത്തിൻ, 3 വട്ടവും പ്രവാചകൻ പറഞ്ഞത് നമസ്കാരമാണ്. ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമസ്കാരമാണെന്ന് പ്രവാചകൻ 3 വട്ടം ആവർത്തിച്ചു. സുമ്മ അയ്യു, പിന്നെ ഏത് ചോദ്യമെന്ന് ചോദിച്ചപ്പോഴാണ് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം എന്ന് പ്രവാചകൻ പറഞ്ഞത്. അത്രമാത്രം ഗൗരവത്തോടുകൂടി നമ്മളും കാണേണ്ടതാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണ സമയത്തും ഉപദേശിച്ചിട്ടുള്ള കാര്യം
എന്നാണ് എന്ന് നാം കഴിഞ്ഞ ഖുതുബകളിലും പ്രവാചകന്റെ മരണരംഗം വിശദീകരിക്കുന്ന ആ സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്കത് കാണാം. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു ഹദറത്തുൽ മൗത്ത്. പ്രവാചകന് മരണം ആസന്നമായ ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും പ്രവാചകൻ പറഞ്ഞത് അസ്വല അസ്വല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ജീവിതത്തിൽ ഒരിക്കലും മുടങ്ങാതെ വളരെ കൃത്യതയോടുകൂടി കണിശതയോടുകൂടി നാം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നമസ്കാരം എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു വെക്കുക. അത് നമ്മൾ നിർവഹിക്കുക, നമ്മുടെ കുടുംബങ്ങളിലുള്ള ആളുകളെ മുഴുവനും അത് നമ്മൾ പരിശീലിപ്പിക്കുക. നമ്മുടെ കുട്ടികളടക്കം ചെറുപ്പം തൊട്ടേ അവർക്ക് നമസ്കാരത്തെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന സമയത്തായിരുന്നാൽ പോലും ആ നമസ്കാര പ്രായയിലേക്ക് അവർ പ്രവേശിക്കുന്ന സമയത്തോ അവിടുന്ന് അങ്ങോട്ട് അവർ ആംഗ്യങ്ങളിലൂടെ പലതും പ്രകടിപ്പിക്കുന്ന സമയത്തോ ആയിരുന്നാൽ പോലും ആ നമസ്കാരത്തെ കുറിച്ച് അവിടം തൊട്ടേ അവരെ ശീലിപ്പിച്ചു കൊണ്ടുവരിക. അതൊരിക്കലും മുടങ്ങാതെ മരണം വരെ നിലനിൽക്കേണ്ടുന്ന കാര്യമാണ്. നാം പറയാറുണ്ടല്ലോ, സാധാരണ നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കെ നമ്മുടെ ഹൃദയം പിടിക്കുന്നുണ്ട്. 72 തവണ ഓരോ മിനിറ്റിലും നമ്മുടെ ഹൃദയം പിടിക്കുന്നുണ്ട്. 60 സെക്കൻഡാണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ 72 തവണ നമ്മുടെ ഹൃദയം പിടിക്കുന്നുണ്ട്. എന്നാൽ അത് മരിക്കുന്നതോട് കൂടിയാണ് അത് അതായത് ആ ഹൃദയത്തിന്റെ മിടിപ്പ് നിലക്കുന്നതോട് കൂടിയാണ് നമ്മുടെ ജീവിതം ഇല്ലാതെയാവുന്നത്, മരിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ നമസ്കരിക്കുക തന്നെ വേണം എന്ന് നാം ഉൾക്കൊള്ളുക. അതുപോലെ പ്രവാചകൻ പറയുന്നത് പിന്നീട് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ വെറുതെ അങ്ങോട്ട് നിന്നാ പോരാ. വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് എങ്കിലും, അതുപോലെ തന്നെ സംഘമായി ജമാഅത്തായി നമസ്കരിക്കുകയാണ് എങ്കിലും അങ്ങ് പോയിട്ട് കൂട്ടത്തിൽ അങ്ങ് കൂടിയാ പോരാ. ഒരു ശ്രദ്ധ വേണം. നിസ്കരിക്കാനാണ് നിൽക്കുന്നത്. യുനാജി റബ്ബഹു, തന്റെ റബ്ബുമായി ഞാൻ ഒരു മുനാജാത്ത് നടത്തുകയാണ്, ഒരു രഹസ്യ ഭാഷണം നടത്തുകയാണ്. പടച്ചവനുമായിട്ടാണ് ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നത്. അപ്പോ ഭൂമിയിലുള്ള നമ്മുടെ മറ്റ് ഭൗതിക കാര്യങ്ങളുമായിട്ടുള്ള യാതൊരു ചിന്തകളുമില്ലാതെ ആ നമസ്കാരത്തിലേക്ക്, അതെല്ലാം എന്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണെങ്കിലും, എന്റെ കച്ചവടം, എന്റെ ബിസിനസ്, എന്റെ തൊഴില്, ഇതെല്ലാം തന്നെ അത്യാവശ്യമുള്ള കാര്യമാണെങ്കിലും അല്ലാഹു അക്ബർ, അള്ളയാണ് അതിനേക്കാളെല്ലാം എനിക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ അവൻ മനസ്സിലാക്കേണ്ടത് യുനാജി റബ്ബഹു, ഞാൻ എന്റെ റബ്ബിനോട് മുനാജാത്ത് നടത്തുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഓരോരുത്തരും നോക്കട്ടെ, ഞാൻ എങ്ങനെ എന്റെ റബ്ബിനോട് മുനാജാത്ത് നടത്തുന്നത്. ആ സമയത്ത് എന്റെ ശ്രദ്ധ ആ നമസ്കാരത്തിൽ തന്നെയാണോ, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ തന്നെയാണോ, ഞാൻ ചൊല്ലുന്ന ദിക്റുകളിൽ തന്നെയാണോ, ഞാൻ ഓതുന്ന ആയത്തുകളുടെ ആശയം മനസ്സിലാക്കിക്കൊണ്ടാണോ ഓരോ കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത്, ഞാൻ അത് നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിലാണോ എന്ന് ഓരോരുത്തരും തന്നെ നോക്കിക്കൊള്ളട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഇദാ സല്ലാ അഹദുകും ഫൽയുസല്ലി സ്വലാത മുവദ്ദിഇൻ, ഒരു യാത്ര പറയുന്നവന്റെ നമസ്കാരമാണ് നമസ്കരിക്കുന്ന ആളുകൾ നമസ്കരിക്കേണ്ടത്. നമസ്കരിക്കുന്ന ആളുകൾ നമസ്കരിക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാവാടുന്ന ചിന്ത എന്താ? ഞാനിതാ പോവുക, എന്റെ അവസാനത്തെ നമസ്കാരമാണ്. എനിക്ക് ഈ ദുനിയാവിൽ അടുത്ത വക്ത് നമസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്ന രൂപത്തിലുള്ള ഒരിക്കലും ഇനി മറ്റൊരു നമസ്കാരം എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചെയ്യുന്ന അവസാനത്തെ കർമ്മമാണ് എന്റെ ഇബാദത്ത്. അത് ഏറ്റവും പരിശുദ്ധിയോടുകൂടിയാവണം, ഏറ്റവും നന്നായിട്ടാകണം, ഏറ്റവും നല്ല ഗുണത്തോടു കൂടിയിട്ടാകണം, ഒരു പോരായ്മയും ഉണ്ടാകാൻ പാടില്ല എന്ന ചിന്തയോട് കൂടിയിട്ടാണ് നമസ്കരിക്കാൻ നിൽക്കുമ്പോ ആ നമസ്കരിക്കുന്നവന്റെ അഥവാ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളിൽ ഉണ്ടാവേണ്ടത്.
പ്രവാചകൻ പറഞ്ഞു ഇദാ തവല്ലഅൽ അബ്ദു ഫഅഹ്സനൽ വുദൂഅ ثم قال الى الصلاه فاتم ركوعها وسجودها والقراءه فيها. ഒരാള് നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്, ഉളു എടുത്തു, നല്ല രൂപത്തിൽ ഉളു എടുത്തു, എന്നിട്ട് നമസ്കരിക്കാൻ വേണ്ടി അയാൾ നിന്നു. നമസ്കാരത്തിൽ റുക്കൂഉം സുജൂദുമെല്ലാം വളരെ കൃത്യതയോടുകൂടി പരിപൂർണമായി ആ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള രൂപത്തിൽ തന്നെ അയാൾ ചെയ്തു എങ്കിൽ ഖാലത്ത്, അയാളോട് പറയും ഹഫിളക്കല്ലാഹ് കമാ ഹഫിളത്നി, എന്നെ നീ ഏത് രൂപത്തിൽ സൂക്ഷിച്ചുവോ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൂക്ഷിക്കട്ടെ. നമസ്കാരം അവരോട് പറയാ, നിസ്കരിക്കുന്ന നമ്മളോട് നമ്മൾ നിസ്കരിച്ച നിസ്കാരം പറയാ, പടച്ചോൻ എന്നെ സംരക്ഷിക്കട്ടെ. ഏത് രൂപത്തിൽ? ഈ നമസ്കാരം എത്രമാത്രം ഭംഗിയാക്കാൻ നീ ശ്രമിച്ചുവോ അതുപോലെ പടച്ചവൻ എന്നെയും സംരക്ഷിക്കട്ടെ. പിന്നെ നാം ചെയ്ത ആ അമൽ ആകാശത്തിലേക്ക് ഉയരുകയാണ്. അതിന്റെ പ്രകാശമുണ്ട്, അതുപോലെ തന്നെ അതിന്റെ പ്രകാശമുണ്ട്. ആകാശത്തിന്റെ കവാടങ്ങൾ ആ ആരാധനക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്, ആ ആരാധന സ്വീകരിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ നമസ്കരിക്കാൻ നിൽക്കുന്നത് വൈദാലം യുഹ്സിനിൽ അബ്ദു അൽ വുദൂഅ വലം യുതിമ്മർ റുകൂഅ വസ്സുജൂദ വൽ ഖിറാഅത. എന്നാൽ വേറൊരാൾ ഉളു നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി, ഉളു തന്നെ കൃത്യമായ രൂപത്തിലൊന്നും അല്ല, റുകൂഉം സുജൂദും ഒക്കെ ഏതോ ഒരു ഭാവത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിന്റെ പറഞ്ഞ രൂപത്തിലൊന്നും അല്ല ചെയ്തത് എങ്കിൽ അയാളോട് പറയുന്നത് ലയ്യഅക്കല്ലാഹ് കമാ ലയ്യഅത്നി, നീ എന്നെ ഏത് രൂപത്തിൽ പാഴാക്കിയോ അതുപോലെ നിന്റെ ഈ അമലും പാഴാവട്ടെ. ആ അമൽ മുകളിലോട്ട് കയറുന്നത്, ആകാശത്തിലേക്ക് കയറുമ്പോ ആ ആരാധനയിലുള്ളത് മുൽമത്തുൻ, ഇരുട്ടാണ്, അന്ധകാരമാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ അത് സ്വീകരിക്കാതെ കൊട്ടിയടക്കപ്പെടുകയാണ്. പിന്നീട് അത് ഈ പഴകിയ വസ്ത്രങ്ങൾ ചുട്ടരിക്കുന്നത് പോലെ ആ ആരാധനയെ ചുട്ടരിക്കുകയാണ്. പിന്നെ നിസ്കരിച്ചവന്റെ മുഖത്തൊക്കെ എന്നെ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. എന്നാട്ടാ എന്റെ ആർക്കാത് വേണ്ടത്? എന്റെ നിസ്കാരം അത് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് പഴകിയ വസ്ത്രങ്ങൾ കത്തിക്കുന്നത് പോലെ കത്തിച്ചിട്ട് അത് നമസ്കരിച്ചവന്റെ നമസ്കാരക്കാരന്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കും. അങ്ങനെ ആവുമോ നമ്മുടെ നിസ്കാരം? നാമാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. മാമിൻ മുസ്ലിമിൻ തഹ്ദുറുഹു സലാത്തുൻ മക്തൂബ ഫയുഹ്സിനു വുദൂഅഹ വഖുശൂഅഹ വറുകൂഅഹ ഇല്ലാ കാനത് കഫാറത്തുൻ ബിമാ ഖബ്ലഹ മിനൽ ദുനൂബി മാ ലം തുഅത കബീറ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു പോകുന്നത് മനുഷ്യരാണ്. പടച്ചവൻ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു, വന്നു പോകാം. പക്ഷേ ആ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നതിന് വേണ്ടി അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള പല രീതികളിൽ ഒന്നാണ് ആ നമസ്കാരം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ഒരാൾ വുളു നന്നാക്കി, റുകൂഉം സുജൂദും അതുപോലെ അതിലെ ഓരോ കർമ്മങ്ങളും നന്നാക്കി എങ്കിൽ അവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഉള്ള പ്രായശ്ചിത്തമാണത്. ചെയ്തു പോകുന്ന തെറ്റുകൾക്കെല്ലാം ഉള്ള പ്രായശ്ചിത്തമാണ്. വൻ പാപങ്ങൾ അവരിൽ വന്നു പോയിട്ടില്ല എങ്കിൽ, വൻ പാപങ്ങൾ ഒഴിച്ച് ബാക്കി സാധാരണഗതിയിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് ഏറ്റവും വലിയ മോഷ്ടാവ്. ഏറ്റവും വലിയ മോഷ്ടാവ് ഏതെങ്കിലും വീട് കുത്തി തുറന്നുകൊണ്ട് അവിടെയുള്ള ആഭരണവും പണവും മോഷ്ടിക്കുന്നവനല്ല. ഏറ്റവും വലിയ മോഷ്ടാവ് എന്ന് പറയുന്നത് നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ്. അതെങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞില്ല, റുകൂഉം സുജൂദും ഒന്നും പരിപൂർണമായി നിർവഹിക്കപ്പെടുന്നില്ല എന്നതാണ് അതിന് കാരണം. ആ നമസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും വളരെ കൃത്യമായി നിർണയിക്കപ്പെടുന്നില്ല, അവൻ നിർവഹിക്കപ്പെടുന്നില്ല എന്നതാണ് അതിന് കാരണം. ഒരിക്കൽ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് ഇങ്ങനെ കുത്തി മറിയുണ്ട്. നമ്മൾ പറയല്ലേ കോഴി വെള്ളം കുടിക്കുന്ന മാതിരി എന്നൊക്കെ. ആ രൂപത്തിൽ ശ്രദ്ധയില്ലാതെ റുകൂഉണ്ട്, സുജൂദുണ്ട്, പക്ഷെ ഒന്നുമില്ല.
ഒന്നും കൃത്യതയായ രൂപത്തിലല്ല. അതിനല്ല അവന്റെ അവയവങ്ങൾ നിലത്ത് പതിയേണ്ടതുണ്ട്, അതുപോലെ തന്നെ അവന്റെ കൈവെക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അവന്റെ തല നേരെ നിൽക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും കൃത്യമായിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാൾ നമസ്കരിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ലൗ മുഹമ്മദിൻ, ഇപ്പൊ മരിച്ചാലുണ്ടല്ലോ മുഹമ്മദ് നബിന്റെ മില്ലത്തിലല്ല നീ മരിച്ചു പോവുക, മുഹമ്മദ് നബിയുടെ മില്ലത്തിലല്ല നീ മരിക്കുക. കാരണം എന്താ? ഈ നിസ്കരിച്ച നിസ്കാരം ശരിയല്ല, നീ എല്ലാം ചെയ്തു എന്നാണ് നീ വിചാരിക്കുന്നത്. പക്ഷെ ആ കർമ്മങ്ങൾ, ആ ഓരോ കാര്യങ്ങളും ശരിയായ രൂപത്തിലല്ല നീ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് മറ്റൊരു സമയത്ത് പ്രവാചകൻ പറഞ്ഞത്, ഒരാൾ 60 കൊല്ലം നിസ്കരിച്ചു, 60 കൊല്ലം ഒരാൾ നമസ്കരിച്ചു, അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. റുക്കൂ ശരിയായാൽ സുജൂദ് ശരിയാവൂല, സുജൂദ് ശരിയായാൽ റുക്കൂവും, റുക്കൂ ശരിയായ സുജൂദും ശരിയാവില്ല. അപ്പോ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. ആ നമസ്കാരത്തിലെ ഓരോ അമറുകളും വളരെ കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ആ നമസ്കാരത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളാതെ, അതിന്റെ ആത്മാവ് ഉൾക്കൊള്ളാതെ ഏതെങ്കിലും ഒരു കാട്ടിക്കൂട്ടലുമല്ല നമസ്കാരം എന്ന് പറയുന്നത്. അത് വളരെ ബോധപൂർവം, വളരെ ബോധപൂർവം അല്ലാഹു അക്ബർ തൊട്ട് സലാം വീട്ടുന്നത് വരെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഹാത്തിമുൽ അസം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നമസ്കാരത്തിൽ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ആ സമയത്തുണ്ടാവുക എന്ന് ചോദിച്ചപ്പോ ഹാത്തിമുൽ അസം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇദാ ഹാനത്തിസ് സ്വലാ, നമസ്കാരത്തിന്റെ സമയമായാൽ അസ്ബഖ്തുൽ വുദൂഅ, ഞാൻ നല്ല ഉഷാറായിട്ട് ഭംഗിയായി വുദു ചെയ്യും. നമസ്കരിക്കാൻ വേണ്ടി വളരെ ഭംഗിയായി വുദു എടുക്കും. ഞാൻ എവിടെയാണോ നമസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ നമസ്കരിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തും. എന്നിട്ട് ഓടിച്ചെന്നിട്ട് അങ്ങോട്ട് കൈവെട്ടലല്ല, എന്നിട്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് അവിടെ ഒരു ശ്വാസം വിട്ടുന്ന ആയാസത്തിൽ നിൽക്കും. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന രൂപത്തിലൊന്ന് സ്വതന്ത്രനായി ഒന്ന് അതിനെ റെഡിയാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ ഞാൻ നമസ്കാരം നിർവഹിക്കും. എന്റെ ആ കഴുവ എന്റെ 2 കൺപുരികങ്ങൾക്ക് മുന്നിലായിക്കൊണ്ട് ഇങ്ങനെ വരുന്നതായി എനിക്ക് തോന്നും. എന്റെ 2 കണ്ണിന്റെ മുമ്പിലായിക്കൊണ്ട് കഴുവയുണ്ട്. സിറാത്ത് എന്റെ കാൽപാദങ്ങൾക്കടിയിലുണ്ട്. ഞാനിതാ സിറാത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ പറയപ്പെടുന്ന, വിശദീകരിക്കപ്പെടുന്ന സിറാത്ത് എന്ന് പറയുന്ന അവസ്ഥ, ആ പാലത്തിൽ നിൽക്കുന്നത് പോലെ സിറാത്തിലാണ് നാം നിൽക്കുന്നത്. കഴുവയാണ് എന്റെ കണ്ണിന്റെ മുന്നിലുള്ളത്. വൽ ജന്നത്തു അൻ യമീനി, എന്റെ വലത്തെ ഭാഗത്ത് സ്വർഗമുണ്ട്. വന്നാറു അൻ ശിമാലി, എന്റെ അടുത്തേ ഭാഗത്ത് നരകമുണ്ട്. എന്റെ വലതു ഭാഗത്ത് സ്വർഗമാണ്, ഇടതു ഭാഗത്ത് നരകമാണ്. മലക്കുൽ മൗത്ത് വറായി, പിന്നിലാണെങ്കിൽ മലക്കുൽ മൗത്ത് ഉണ്ട്. ഹാത്തിമുൽ അസം റഹിമഹുല്ലാഹ് നിസ്കരിക്കാൻ നിൽക്കുന്ന രൂപമാണ്. നന്നായിട്ട് ഒതുകൊടുക്കും, നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി അതിനെ റെഡിയായി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് തന്നെ കഴുവയുണ്ട്. സിറാത്തിന്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് തോന്നും. വലതു ഭാഗത്ത് സ്വർഗമുണ്ട്, ഇടതു ഭാഗത്ത് നരകമുണ്ട്, പിൻഭാഗത്ത് മരണവുമുണ്ട് എന്ന രൂപത്തിലാണ്. എന്റെ അവസാനത്തെ നിസ്കാരാണ്, ഇനി നിസ്കരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യും. പിന്നെ റജാഇന്റെയും ഖൗഫിന്റെയും ഇടയിൽ ഞാൻ ആ നമസ്കാരം നിർവഹിക്കും. പ്രതീക്ഷ, അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അല്ലാഹു സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി, പടച്ചവനെ കുറിച്ചുള്ള ഭയത്തോടുകൂടി ഞാൻ ആ നമസ്കാരം നിർവഹിക്കും. പിന്നെ എനിക്കറിയില്ല പടച്ചവനെ സ്വീകരിക്കണോ അല്ലയോ. ഇങ്ങനെ ഈ ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്ന ഒരാളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കാതിരിക്കോ?
തീർച്ചയായും സ്വീകരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴും നമുക്കുണ്ടാവേണ്ടുന്ന ചിന്തയതാണ്. വളരെ ശ്രദ്ധയോടുകൂടി ആ നമസ്കരിക്കുന്ന സ്ഥലത്ത് അല്പം ഒരു ആശ്വാസമെടുത്ത് അല്ലാഹു അക്ബർ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നാം തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ നോക്കുന്നു. അവിടെ കഅബയുണ്ടെന്ന ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇടതും വലതും സ്വർഗവും നരകവും, കാലിനടിയിൽ സിറാത്തും പുറകിൽ മരണവുമെല്ലാം ഉണ്ട് എന്ന ആ ഖൗഫോടെയും റജാഓടെയും നമസ്കരിക്കുക. അങ്ങനെയുള്ള ഒരു നമസ്കാരം ഏറ്റവും ഭംഗിയോടുകൂടി പൂർത്തീകരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയും. അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ആ നമസ്കാരം തന്നെ സംഘമായിട്ടാണ് നമസ്കരിക്കേണ്ടത് എന്ന് നമുക്കറിയാം. അത് ഏറ്റവും കൂടുതൽ ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. കുന്ന അന്ന ഉബയ്യ് ഇബ്നു കഅബ് സല്ലല്ലാഹു ബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അസ്സുബ്ഹ, ഒരു സമയത്ത് ഞങ്ങൾ സുബ്ഹ് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, ആ ഷാഹിദ് ഫുലാൻ ഇന്ന ആള് വന്നിട്ടുണ്ടോ? കാലു, അവർ പറഞ്ഞു ഇല്ല, മൂപ്പരില്ല. ആ ഷാഹിദ് ഫുലാൻ മറ്റേ ആള് നമസ്കരിക്കാൻ വന്നിട്ടുണ്ടോ? കാലു ഇല്ല. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഹാതൈനി സ്വലാതൈനി അക്ബറു സ്വലവാതി അലൽ മുനാഫിഖീൻ. ഈ രണ്ട് നമസ്കാരങ്ങൾ പ്രവാചകൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇശാ നമസ്കാരവും സുബ്ഹ് നമസ്കാരവുമാണ്. ഇശാ നമസ്കാരവും സുബ്ഹ് നമസ്കാരവുമാണ്. ഈ രണ്ട് നമസ്കാരങ്ങൾ മുനാഫിഖുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാരമേറിയ നമസ്കാരമാണ്. അവർ നമസ്കരിക്കാൻ മടിക്കുന്ന നമസ്കാരമാണ്. വലൗ തഅലമൂന മാ ഫീഹിമാ ലആതൈതുമൂഹാ വലൗ ഹബ്വൻ അല റുകബി. ഇതിന്റെ പ്രാധാന്യവും മഹത്വവും അള്ളാന്റെ അടുക്കലുള്ള പ്രതിഫലവും അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മുട്ടുകളിൽ എഴഞ്ഞുകൊണ്ട് ആ നമസ്കാരത്തിന് അവർ വരുമായിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ പള്ളി എത്ര വിശാലമാണ്. നമ്മുടെ പള്ളി എത്ര വിശാലമാണ്. ഈ പള്ളിക്ക് ചുറ്റളവിൽ മുസ്ലിങ്ങളായ എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുടെ വീടുകളുണ്ട്, എത്ര അംഗങ്ങളുണ്ട്. ഞങ്ങൾ മുഹർണത്തോട് വന്നു പണി എത്ര സഫുണ്ട്. ഒരു സഫ് ഇങ്ങോട്ട് തിരിയും, തടിയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു 1.5 സഫ് എത്തുന്ന രൂപത്തിൽ. ഈ ചുറ്റളവിലുള്ള ആളുകൾ ജമാഅത്ത് നമസ്കാരത്തിന് വന്നാൽ തന്നെ ഈ പള്ളിയിൽ എത്രമാത്രം ആളുകൾ ഉണ്ടാകും നാം ആലോചിക്കേണ്ടതാണ്. ആ ജമാഅത്തുകൾക്ക് വരാനുള്ള താല്പര്യം പ്രവാചകൻ ഓരോരുത്തരെയും ചോദിച്ചുകൊണ്ട് പ്രവാചകൻ അങ്ങനെ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒന്നാമത്തെ സഫിൽ നിൽക്കാനുള്ള അവസരം ലഭിക്കുക എന്നുള്ളത് മലക്കുകൾ സഫുകൾ കെട്ടുന്നത് പോലെയാണ്. മലക്കുകളുടെ സഫുകൾ പോലെയുള്ള പവിത്രതയാർന്ന സഫാണ് ഒന്നാമത്തെ സഫ് എന്ന് പറയുന്നത്. അതിന്റെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കുമായിരുന്നു. ഒന്നാമത്തെ സഫ് കിട്ടാനേ മത്സരിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒരാള് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് രണ്ടാള് നമസ്കരിക്കുന്നത്. രണ്ടാളേക്കാൾ കൂടുതൽ ആളുണ്ടായാൽ അത് അതിനേക്കാൾ ഉത്തമമാണ്. അങ്ങനെ കൂടുന്നതിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ട് വരിക ചെയ്യാം. അതുകൊണ്ട് ഈ ഹദീസിൽ പ്രവാചകൻ യശാ നമസ്കാരത്തെ കുറിച്ചും സുബ്ഹ് നമസ്കാരത്തെ കുറിച്ചുമാണ് പറയുന്നത്. മറ്റോരോ നമസ്കാരങ്ങളെ കുറിച്ചും അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി മറ്റ് ഹദീസുകളിൽ കാണാം. അപ്പോ ജീവിതത്തിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ പരമാവധി അതിൽ പങ്കെടുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു തനിക്ക് റുഖ്സ ഇളവ് ചോദിച്ചത് നമുക്കറിയാം. ആദ്യം പ്രവാചകൻ ഇളവ് കൊടുത്തു, പിന്നീട് തിരിച്ചു വിളിച്ചതാ. എനിക്ക് ആരും കണ്ണ് കാണൂല, എന്റെ കൈ പിടിക്കാൻ ഒരാളുമില്ല, നടന്നു പോകുന്ന വഴികളിൽ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാകും, എന്നെ ഉപദ്രവിക്കുന്ന കാട്ടുജന്തുക്കൾ ഉണ്ടാകും, അതുകൊണ്ട് പ്രവാചകരെ എനിക്ക് ഇളവ് വേണം എന്ന് അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം പറഞ്ഞു. പ്രവാചകൻ ഇളവ് കൊടുത്തു. വീണ്ടും തിരിച്ചു വിളിച്ചു. മാ അജിദുക ലക റുഖ്സ വലൗ യഅലമു ഹാദൽ മുതഖല്ലിഫ ലിസ്സലാത്ത് ഫിൽ ജമാഅ മാ ലിഹാദൽ മാശി ഇലൈഹാ ലഅതാഹ വലൗ ഹബവ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, നീ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിക്ക് വരണം. നിനക്ക് റുഖ്സ തരാൻ വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഇതിന്റെ എല്ലാം പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വളരെ പള്ളിയിലേക്ക് നടക്കുന്നതിന്റെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കിയാൽ എഴഞ്ഞുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരും എന്നാണ്.
അപ്പോ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണടയുന്നത് വരെ നമ്മൾ ഈ കുതുബ ശ്രവിക്കുന്ന സ്ത്രീ പുരുഷന്മാർ മാത്രമല്ല, നമ്മുടെ മഹല്ലിലുള്ള ഓരോരുത്തരും, നമ്മുടെ കുട്ടികളടക്കമുള്ള ഓരോരുത്തരും നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റഹ്സായ തലയായ ഇബാദത്താണ് നമസ്കാരം എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. അതോടുകൂടി തന്നെ ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിന്റെ ചൈതന്യത്തോട് കൂടിയിട്ടാകണം ആ ഇബാദത്ത് ഞാൻ നിർവഹിക്കുന്നത് എന്നും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് പറഞ്ഞിട്ടുള്ള ആ നമസ്കാരത്തിൽ നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്റെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കണമെന്നും, അതുപോലെ തന്നെ ആ നമസ്കാരം പരമാവധി സ്ത്രീകൾ ഒഴിച്ചുള്ള ആളുകൾ, സ്ത്രീകൾക്ക് കഴിയുമെങ്കിൽ അവർക്ക് ജമാഅത്തിന് പങ്കെടുക്കാം. അങ്ങനെ ജമാഅത്തിന് പങ്കെടുത്താൽ അവർക്കും അതിന്റെ പരിപൂർണമായ പ്രതിഫലമുണ്ട്. എന്നാൽ പ്രകൃതിപരമായി കൊണ്ട് അവർക്ക് ചില അളവുകൾ അല്ലാഹു നിശ്ചയിച്ചതിന്റെ കൂട്ടത്തിൽ അവർക്ക് നിർബന്ധം എന്ന പരിഗണനയില്ല. പുരുഷന്മാർക്കാണ് നിർബന്ധമായിട്ടുള്ളത്. നിർബന്ധം തന്നെയാണ് ജമാഅത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പരമാവധി ആ ജമാഅത്തായിക്കൊണ്ട് തന്നെ നമസ്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, പ്രവാചകന്മാരുടെ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഓതി വെച്ച ആയത്തിൽ പിന്നീട് ചില തലമുറകൾ വന്നു. അല്ലാഹു സ്വലാത്ത, അവർ നമസ്കാരം ഒഴിവാക്കി. അതുപോലെ ദേഹേച്ഛകളെ അവർ പിൻപറ്റി. ആ ദുർമാർഗത്തിന്റെ പ്രതിഫലം അവർ കണ്ടുമുട്ടുന്നതാണ് എന്ന. അപ്പോ അങ്ങനെയുള്ള ഒരു കാലമാണോ ഇത്? വേണ്ടത്ര ഗൗരവവും പ്രാധാന്യവും നൽകാതെ അവഗണിച്ചു പോയ ഒരു ഇബാദത്തായി നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും മാറിയിട്ടുണ്ടോ എന്നത് നാം ഓരോരുത്തരും ആലോചിക്കുക. അതിന് അർഹിക്കുന്ന ഗൗരവവും പ്രാധാന്യവും നൽകുക. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്ന വിശ്വാസിനികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ലിനിഅമതി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഗൗരവപൂർവ്വം നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ജമാഅത്തുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ് പ്രവാചകൻ പിന്നീട് പറഞ്ഞത് നമ്മെ ഒന്ന് ആക്ഷേപിക്കുന്ന രൂപത്തിൽ, ലൗ യഅലമു അഹദുഹും അന്നഹു യജിദു അറഖൻ സമീനൻ ഔ മിർമാതൈനി ഹസനതൈനി ലശഹിദൽ അശാ. പള്ളിയിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടും, എന്തെങ്കിലും ഒരു 2 എല്ലിന്റെ കഷ്ണം, അല്ലെങ്കിൽ ഒരു ലേശം മാംസം, തടിച്ച 2 എല്ല്, എന്തെങ്കിലും അവിടുന്ന് കിട്ടൂന്ന് തോന്നിയാൽ അവരവിടെ ഓടിക്കതച്ചെത്തുമായിരുന്നു. അപ്പൊ ഒരിക്കലും നമ്മൾ ഭൗതികമായി എന്തെങ്കിലും ഒന്ന് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ നമ്മളവിടെ നേരത്തെ സുബഹിന്റെ മുമ്പ് വേണമെങ്കിൽ അവിടെ പോയി ക്യൂ നിൽക്കും. അതുപോലെ പള്ളിയിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെ. ഏത് രൂപത്തിലായിരുന്നാൽ ആനുകൂല്യം വല്ലതും കിട്ടും എന്ന് തോന്നിയാൽ ഓടിക്കിതച്ച് അവിടേക്ക് എത്തും അവർ. എന്നാൽ അള്ളാന്റെ അടുത്ത് നിന്നാണ് ഇത് കിട്ടുന്നത് വലുതാണെങ്കിലും അവിടുന്നാണ് എന്ന് തോന്നിയപ്പോഴുള്ള അവഗണനയാണ് അവർക്ക് എന്ന്. അതുപോലെ യശാ നമസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ജമാഅത്തായി നമസ്കരിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി നമസ്കാരം, പകുതി സമയം, രാത്രി പകുതി നമസ്കരിച്ചവനെ പോലെയാണ്. അത്രക്ക് പ്രതിഫലമുണ്ട് യശാ ജമാഅത്തായി നമസ്കരിച്ചാൽ. ഇനി സുബ്ഹാന് ജമാഅത്തായി നമസ്കരിക്കുന്നത് എങ്കിലോ വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ, രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയാണ്. യശാ ജമാഅത്തായി നമസ്കരിച്ചവന് രാത്രി പകുതി രാത്രി നമസ്കാരം നിർവഹിച്ചവന്റെ പ്രതിഫലം. ഇനി സുബ്ഹാണ് അയാൾ ജമാഅത്തായി നമസ്കരിക്കുന്നത് എങ്കിൽ രാത്രി മുഴുവനും നമസ്കരിച്ചവന്റെ പ്രതിഫലം. അപ്പോ ഈ പ്രതിഫലങ്ങളെല്ലാം ഈ നമസ്കാരത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആരാണ് ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുക? ഓടിക്കിളച്ചു വരികയില്ലേ, എന്ത് പ്രയാസം സഹിച്ചു വരികയില്ലേ? ആ രൂപത്തിൽ അവർ നമസ്കാരത്തിന് മുന്നിട്ട് വരുന്നതാണ്. ലൗ യഅലമൂന മാ ഫിസ്സഫിൽ മുഖദ്ദിമി ലകാനത്ത് ഖുർആൻ.
ഒന്നാമത്തെ സഫിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ നറുക്കിടുമായിരുന്നു. ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത് സഫിൽ നിൽക്കാൻ ആളധികണ്ട് എങ്കിൽ നറുക്കിട്ടവർ തീരുമാനിക്കുമായിരുന്നു. അത്രയ്ക്ക് പ്രാധാന്യമാണ് ഒന്നാമത്തെ സഫില്. ഓരോ അസർ നമസ്കാരം, മറ്റ് നമസ്കാരങ്ങൾ, ഓരോ നമസ്കാരത്തിന്റെയും പ്രാധാന്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ് ഈ നമസ്കാരം എന്ന് പറഞ്ഞ ഇബാദത്തിനെ കുറിച്ചുള്ള ചിന്ത. അത് നമ്മളും നമ്മുടെ കുടുംബങ്ങളും കൃത്യമായി പ്രാവർത്തികമാക്കുക. അത് ഒഴിവാക്കിയാലുള്ള അതിന്റെ ശിക്ഷയെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക, അത് ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ മഹത്വം ഉൾക്കൊള്ളുക, ആ നമസ്കരിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന മാനസികാവസ്ഥ നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരം കണ്ണടയുന്നത് വരെ ഒരു വക്ത് പോലും ഒഴിവാക്കാതെ അവന്റെ കൃത്യതയോടെ അനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം സർവാധിനാഥനായ തമ്പുരാനെ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവേ, ആ രംഗത്ത് വല്ല പോരായ്മകളും ഞങ്ങളിലും വന്നു പോയിട്ടുണ്ട് എങ്കിൽ പടച്ചവരെ നീ ഞങ്ങൾക്ക് പൊറുത്തു തരികയും പൂർവാധികം തന്നെ ഓർമ്മിച്ചുകൊണ്ട് ആ നമസ്കാരങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. അതിൽ അലസത കാണിക്കുന്ന വല്ല കുടുംബാംഗങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ട് എങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുവാൻ, ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ശരിക്ക് നമസ്കാരത്തിൽ നിഷ്കർഷ പുലർത്തുന്നവനല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുവാൻ, മക്കൾക്ക് ആ ചിന്തയില്ല എങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുവാൻ, സ്കൂളുകളിലും കോളേജുകളിലും പോകുമ്പോ നമസ്കരിച്ചോ എന്ന് ചോദിക്കുവാൻ, അങ്ങനെ കുടുംബത്തിലുടനീളം ഈ സംസ്കാരം വളർത്തിയെടുക്കുന്ന കുടുംബാംഗങ്ങളായി ഞങ്ങളെ നീ മാറ്റണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം നീ ഞങ്ങൾക്ക് നീക്കിത്തരണമേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഇന്നും നമ്മുടെ പള്ളികളിൽ സ്ഥിരമായി ജുമായിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരി ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായാധിക്യം കൊണ്ട് ഈ തലനരച്ച കാർക്കവന്മാരെ കാണുമ്പോ ഈ മഹല്ലിന്റെ, ഈ പള്ളിയുടെ അഭിമാനമായി നമുക്ക് തോന്നാറുണ്ട്. അല്ലാഹുവേ, ഈ പ്രായാധിക്യത്തിന്റെ അവശത കൊണ്ട് അവർക്ക് നീ ബുദ്ധിമുട്ടുണ്ടാക്കരുതേ തമ്പുരാനെ. ആ അവശതകൾ നൽകാതെ ആരോഗ്യത്തോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി ഈ ലോകത്തെ നിന്ന് വിട പറയുവാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കുമെല്ലാം നീ നൽകണമേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.